നമ്മുടെ മനസ്സിൽ ഒരു ഉത്തരം ഉണ്ടായിട്ടും ചിലപ്പോഴൊക്കെ നമുക്ക് ഇതിനെ ഇംഗ്ലീഷിലാക്കി എഴുതാൻ പറ്റാത്തത് കാരണമല്ലേ നമുക്ക് ഒരുപാട് മാർക്ക് നഷ്ടപ്പെടാറുണ്ട്. ബേസിക്കലി നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ അറിയാത്തത് കാരണമാണ് ഇത്രയും മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ ഒരു ചെറിയ വീഡിയോയിൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, സെന്റൻസുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഒരു സെന്റൻസ് എന്ന് പറയുന്നത്? സെന്റൻസിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ആര് എന്താണ് ചെയ്യുന്നത്? ആര് എന്ന് പറയുമ്പോൾ അല്ലേ, അത് ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു വ്യക്തിയെ കുറിച്ചിട്ടായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു സാധനമായിരിക്കാം, ഒരു പേഴ്സണോ ഓർ തിങ് ആയിരിക്കാം. അവരെന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ആക്ഷൻ അവരവിടെ ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഐ ഈറ്റ് എന്ന് പറയുമ്പോൾ ഐ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, ഈറ്റ് എന്ന് പറയുന്ന ഒരു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഷീ പ്ലേസ് എന്ന് പറയുന്നിടത്ത് ഷീ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, പ്ലേസ് എന്ന് പറയുന്ന അവർ ചെയ്യുന്ന ഒരു ആക്ഷനും ഉണ്ട്. ഇറ്റ് മൂവ്സ് എന്ന് പറയുന്നിടത്ത് ഇറ്റ് എന്ന് പറഞ്ഞ ഒരു തിങ് ഉണ്ട്, മൂവ്സ് എന്ന് പറയുന്ന അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു സെന്റൻസിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാം. സെന്റൻസിന് എപ്പോഴും ഒരു മീനിങ് ഉണ്ടാവും. അതിലൊരു പേഴ്സണോ ഒരു തിങ്ങോ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരെന്തോ ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്, ഓർ വാട്ട് ദേ ഡു, അവരെന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ഫുൾ സ്റ്റോപ്പിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെന്തോ ഒരു കാര്യം നമ്മുടെ എല്ലാ സെന്റൻസുകളിലും ഒരു പേഴ്സണോ ഒരു തിങ്ങോ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റിനെ തന്നെ നമുക്ക് രണ്ടാക്കിയിട്ട് മാറ്റാം. ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവൾ, അവൻ, അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയുന്നിടത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സബ്ജക്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാന്ന് അറിയോ? സിംഗുലർ സബ്ജക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ ഒന്നിലധികം ഉണ്ടെങ്കിലോ അതിനെ നമ്മൾ പ്ലൂരൽ എന്നാണ് വിളിക്കുക. പ്ലൂരൽ സ്പെല്ലിങ് തെറ്റിക്കരുത്. പ്ലൂരൽ സബ്ജക്റ്റ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. ഇനി അവരെന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരൊരു ആക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. ആ ആക്ഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് കേട്ടോ വെർബ് എന്നുള്ളത്. വേർബ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്. ഇനി ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് ശ്രദ്ധിച്ചോട്ടോ. ഇതൊരു ഓർഡറിലാണെങ്കിൽ ഇത് കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. നമ്മൾ ആദ്യം സബ്ജക്റ്റിന് കൊടുക്കണം, പിന്നെ വെർബിനെ കൊടുക്കണം, പിന്നെ നമ്മൾ ഒബ്ജക്റ്റിനെ കൊടുക്കണം. അപ്പൊ എന്താണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ ഒരു സെന്റൻസ് കണ്ടില്ലേ, ഐ ഈറ്റ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് കണ്ടില്ലേ. അതിൽ ഐ എന്ന് പറയുന്നതാണ് അതിലുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വെർബായിട്ട് വരുന്നത് ഈറ്റ്, കഴിക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. പക്ഷെ ഐ ഈറ്റ് ബിരിയാണി എന്ന് പറഞ്ഞല്ലോ, ഞാൻ എന്താ കഴിക്കണേ എന്നുള്ളത് കൂടെ വന്നല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇപ്പോ ഷീ പ്ലേസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ നേരത്തെ ആദ്യം കണ്ട സെന്റൻസ് ആണ്. ഷീ പ്ലേസ് എന്ന് പറയുന്നിടത്ത് സബ്ജക്റ്റും വന്നു, വെർബും വന്നു. പക്ഷേ നമ്മൾ അവിടെ ഷീ പ്ലേസ് ഫുട്ബോൾ എന്ന് പറയുന്ന സമയത്തോ ഫുട്ബോൾ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഓർഡർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു ഓർഡർ തന്നെ നമ്മൾ കാര്യങ്ങൾ പറയണം. ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിപ്പോ സിംഗുലർ ആയ സബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, അതായത് ഒന്ന് മാത്രമുള്ള അതിന്റെ കൂടെ നമ്മൾ ഹീ എന്നോ ഷീ എന്നോ ഇറ്റ് എന്നോ ദാറ്റ് എന്നോ ഒക്കെയുള്ള പ്രോനൗണുകൾ വന്നു കഴിഞ്ഞാലില്ലേ, നമ്മൾ അതിന്റെ കൂടെ ചേർക്കേണ്ട വെർബ്, അതിന്റെ കൂടെ നമ്മൾ ഒരു എസ് കൂടെ ആഡ് ചെയ്യണം. വെർബിന്റെ കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യണം പ്രസന്റ് ടെൻസിലാകുന്ന സമയത്ത്. ഇനി അതല്ല പ്ലൂരൽ ആയ സബ്ജക്റ്റ് ആണ്, ഒന്നിലധികം ഉണ്ട്, കാർസ് അല്ലെങ്കിൽ ഡോഗ്സ്, ക്യാറ്റ്സ് എന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതിന്റെ കൂടെ തൽക്കാലം നമ്മൾ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഐയും യു എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, പക്ഷെ തൽക്കാലം നമ്മൾ ഇതിനെ പ്ലൂരലിന്റെ കൂടെ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ദേയും വിയും ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ വെർബിനെ അതുപോലെ വെച്ചാൽ മതി, വെർബിനെ ഫസ്റ്റ് ഫോമിൽ മാത്രം വെച്ചാൽ മതി. ഇപ്പോ ഐ ഡ്രിങ്ക് വാട്ടർ എന്നാണ് പറയാ. കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഐയും യുവും നമ്മൾ പ്ലൂരലിന്റെ കൂടെയാണ്, വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രം മതി. ഷീ റൈറ്റ്സ് എന്നാണ് പറയേണ്ടത്. കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഹീയും ഷീയും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ദേ പ്ലേ ഫുട്ബോൾ എന്നാണ്, അല്ലെങ്കിൽ ദേ പ്ലേ ബോൾ എന്നാ പറയാ. കാരണം എന്താ? ദേ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെർബിനെ അതുപോലെ വെച്ചാൽ മതി. ദ ബോയ് ഡ്രോസ് എന്നാണ് പറയേണ്ടത്. കാരണം എന്താ? അവിടെ ഒരു എസ് ആഡ് ചെയ്യണം. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഹീയും ഷീയും വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു എസ് ആഡ് ചെയ്യണം. വി സീ എന്നാണ് പറയാ, വി സീസ് എന്നൊരിക്കലും നമ്മൾ പറയൂല. ഓക്കെ, ഇനി നമുക്ക് ഹെൽപ്പിംഗ് വേർബുകളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹെൽപ്പിംഗ് വേർബുകൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഓക്സിലറി വേർബുകൾ, എല്ലാം ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഈ ആമും ഈസും ആറും ഹാസും ഹാവും ഡൂം ഡസും അത് എവിടേക്കാ എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രസന്റ് ടെൻസിൽ, അതായത് ഇപ്പൊ നടക്കുന്ന കാര്യത്തിൽ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഐന്റെ കൂടെ മാത്രം യൂസ് ചെയ്യുന്നതാണ് ആം എന്ന് പറയുന്നത്. ഐന്റെ കൂടെ മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യുള്ളൂ. പ്രസന്റ് ടെൻസിൽ നമ്മൾ മിക്കവാറും പ്രസന്റ് കണ്ടിന്യൂസിലാണ് നമ്മളത് യൂസ് ചെയ്യുക. ഐ ആം ഈറ്റിംഗ്, ഞാനത് കഴിച്ചുകൊണ്ട്
കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തത്. ഇനി നമ്മൾ സിംഗുലർ ആണ് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിലല്ലേ, പ്രസന്റ് ടെൻസിൽ സിംഗുലർ ആണ് സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ ഈസ് എന്ന് പറയുന്നത്. ഈസ് എന്ന് പറയുന്നത് അത് പാസ്റ്റ് ടെൻസിലാണെങ്കിലോ, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഈസ് എന്നുള്ളത് എന്തായിട്ട് മാറും? വാസ് എന്നുള്ളതായിട്ട് മാറും. ഷീ ഈസ് പ്ലേയിങ്, അവള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെയാ നമ്മൾ പറയാം? ഇന്നലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഷീ വാസ് പ്ലേയിങ് എന്നുള്ളതായിരിക്കും പറയാം. ഇനി അവിടെ സിംഗുലർ അല്ല, പകരം പ്ലൂറൽ ആയ സബ്ജക്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിലോ, അവിടെ നമ്മൾ ഈസ് അല്ല ഉപയോഗിക്കേണ്ടത്, അവിടെ നമ്മൾ ആണ് ഉപയോഗിക്കേണ്ടത്. ദേ ആർ പ്ലേയിങ്, വി ആർ പ്ലേയിങ്. അങ്ങനെ ഈ ആർ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണെങ്കിലോ, കഴിഞ്ഞ കാര്യമാണെന്നുണ്ടെങ്കിലോ, ഇവിടെ ഇപ്പൊ ദേ ആർ റണ്ണിങ് എന്ന് പറയുന്ന സമയത്ത് അവര് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവർ ഇന്നലെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനോ, ഈ ആർ എന്നുള്ളത് എന്തായിട്ട് മാറും? വേർ എന്നുള്ളത് ആയിട്ട് മാറും. ഇനി ഹാസും ഹാവും എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്? ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നതില്ലേ, സിംഗുലറിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സിംഗുലറിന്റെ കൂടെയാണ്. ഹാവോ, ഹാവ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറലിന്റെ കൂടെയാണ്. ഓക്കെ, ഹി ഹാസ് എ ബുക്ക് എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്, കാരണം ഹി എന്ന് പറയുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് പറയുന്നത്. വി ഹാവ് എ ബോൾ എന്നാണ് പറയുന്നത്, കാരണം എന്താ? വി എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ്. ഇനി ഡൂം ഡസ്സും എവിടെ യൂസ് ചെയ്യേണ്ടത്? ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെയാണ്, സിംഗുലറിന്റെ കൂടെയാണ്. ഡു നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറലിന്റെ കൂടെയാണ്. എന്ന് വെച്ചാൽ ഷീ ഡസ് അവർ ഹോംവർക്ക് എന്നാണ്, കാരണം ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒന്നേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. ഐ എന്ന് പറയുന്നതും ഒരാളേ ഉള്ളൂ, പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു, നമ്മളത് നമ്മൾ പ്രസന്റ് ടെൻസ് ആകുന്ന സമയത്ത് നമ്മൾ ഐനെ തൽക്കാലം നമ്മൾ പ്ലൂറൽ ആയിട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡു എന്ന് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ ഓരോ ടെൻസുകളിലായിട്ട് ഇതിന്റെ ഒരു സ്ട്രക്ചർ പഠിക്കാം. ഇപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സബ്ജക്റ്റ് കൊടുക്കുക, വെർബ് കൊടുക്കുക, ഒബ്ജക്റ്റ് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഐ ഈറ്റ് റൈസ്, ഐ ഈറ്റ് റൈസ്. അതിലാകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ശ്രദ്ധിക്കണം. അതായത് സിംഗുലർ സബ്ജക്റ്റ് ഹി ഷീ ഇറ്റ് ദാറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് കൂടെ ആഡ് ചെയ്യണം, V1S. നമ്മൾ പ്ലൂരൽ സബ്ജക്റ്റ് ആകുന്ന സമയത്തോ അയ്യു ദേവിയോ, പ്ലൂരൽ ആയ സബ്ജക്റ്റ് അയ്യോ ദേവി എന്നല്ല കേട്ടോ, ഐ യു ദേവി, അതിന്റെ കൂടെ വരുന്ന സമയത്ത് വെർബിന്റെ ഫസ്റ്റ് ഫോമിൽ മാത്രം ഇട്ടാൽ മതി. കണ്ടോ, ഐ ഈറ്റ് റൈസ്, അവിടെ ഞാൻ വെർബിനെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഷീ എന്ന് വന്നപ്പോഴോ അവിടെ ഒരു എസ് ഞാൻ ആഡ് ചെയ്തു. കണ്ടോ, പിന്നെ ദേ വാക്ക്, ഞാൻ അവിടെ വാക്കിനൊന്നും ചെയ്തിട്ടില്ല, ദേ വാക്ക് ടു സ്കൂൾ. ഇനി അതല്ല പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ, അവിടെയാണ് നമ്മൾ ഈ ആമും ഈസും ആറൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വെർബിന്റെ കൂടെ ഒരു ING കൂടെ ആഡ് ചെയ്യണം. ഐ വന്നത് കൊണ്ടാണ് ആം യൂസ് ചെയ്തത്, ING ഇട്ടു വെർബിന്റെ കൂടെ. ഹി അല്ലെങ്കിൽ സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് ആഡ് ചെയ്തത്, അതിന്റെ കൂടെയും ഒരു ING ഇട്ടു. അവനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിപ്പോൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ദേ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ആർ ഇട്ടത്. പിന്നെ ഞാൻ വെർബിന്റെ കൂടെ ഒരു ING കൂടെ ആഡ് ചെയ്തു. ഇനി പാസ്റ്റ് ടെൻസിലാണ് പറയുന്നുണ്ടെങ്കിലോ, സിമ്പിൾ പാസ്റ്റിലാണെങ്കിലോ, ഒന്നുമില്ലടാ, സബ്ജക്റ്റ് കൊടുക്കുക, പാസ്റ്റിന്റെ വെർബിലാണ്, അതായത് വെർബിന്റെ സെക്കൻഡ് ഫോമിലാണ് കൊടുക്കേണ്ടത്. ഈറ്റ് എന്ന് പറയാൻ പറ്റൂല, എയ്റ്റ് എന്ന് പറയണം, കഴിച്ചു എന്ന് പറയണം. പ്ലേ എന്ന് പറയാൻ പറ്റില്ല, പ്ലേഡ് എന്ന് പറയണം. റൺ എന്ന് പറയാൻ പറ്റില്ല, റാൻ എന്ന് പറയണം. വെർബിനെ സെക്കൻഡ് ഫോമിലേക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി പാസ്റ്റിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ? പാസ്റ്റ് കണ്ടിന്യൂസ് എന്നാണ് പറയാ. ഒന്നും ചെയ്യാനില്ല. നേരത്തെ നമ്മൾ ഈസ് എന്ന് കൊടുത്തില്ലേ, ഈസിന്റെ പകരം ഇവിടെ വാസ് ആയി. നമ്മൾ നേരത്തെ ആർ എന്ന് കൊടുത്തില്ലേ, ആർ എന്നുള്ളത് വേറായി, അത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് ആദ്യം കൊടുക്കുക, വാസ് വേർ കൊടുക്കുക, വെർബിന്റെ കൂടെ ING. ഐ വാസ് ഈറ്റിംഗ്, ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഇപ്പത് പാസ്റ്റ് ടെൻസിൽ അത് സിംഗുലർ ആണ്, അപ്പൊ നമ്മൾ വാസ് കൊടുത്തു. ഷീ എന്ന് പറയുന്നതും സിംഗുലർ ആണ്, വാസ് കൊടുത്തു. ദേ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്, അതുകൊണ്ടാണ് നമ്മൾ വേർ എന്ന് കൊടുത്തത്. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ വാസ് എന്ന് കൊടുത്തത്. ഇത്രയേ ഉള്ളൂ പരിപാടി. വാസും വേറും അതിനനുസരിച്ച് കൊടുക്കുക, ING ഫോം വെർബിന്റെ കൂടെ ഇട്ട് കൊടുക്കുക, പരിപാടി തീർന്നു. ഒരേ ഒരു വെർബും കൂടെ പറഞ്ഞു തന്നിട്ടില്ലേ, നമുക്ക് ഇന്നത്തെ പരിപാടി തീർക്കാം. അത് വെർബല്ല, ടെൻസും കൂടെ നോക്കിയിട്ട് സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് കൊടുക്കുക, വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് കൊടുക്കുക, വെർബിന് ഒന്നും ചെയ്യാതെ ഇട്ട് കൊടുക്കുക. ഞാൻ നാളെ അങ്ങനെ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഐ വിൽ ഈറ്റ്, ഞാൻ നാളെ ഭക്ഷണം കഴിക്കും, ഒന്നും ചെയ്യാനില്ല, വില്ലിട്ട് കൊടുക്കുക, വെർബിന് ഒന്നും ചെയ്യാതെ ഇട്ട് കൊടുക്കുക. ഷീ വിൽ കം, അവള് വരും എന്നുള്ളതാണ്. വില്ലിട്ട് കൊടുക്കുക, കമ്മിന് ഒന്നും ചെയ്തിട്ടില്ല. ദേ വിൽ പ്ലേ, അവര് കളിക്കും എന്നാണ് പറയുന്നത്. വില്ലിട്ട് കൊടുക്കുക, പ്ലേനെ ഒന്നും ചെയ്യാതെ വെക്കുക. വെർബിന് അവിടെ ING ഫോം ഇടരുത്, എസ് ഇട്ട് കൊടുക്കരുത്, വെർബിനെ സെക്കൻഡ് ഫോമിലേക്ക് ഇട്ട് കൊടുക്കുക, ഒന്നും ചെയ്യരുത്, അതിനെ അതുപോലെ വെക്കുക എന്നുള്ളതാണ്. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അത്രയും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്
നിങ്ങൾ തന്നെ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇതിന്റെ ആൻസർ കൊടുക്കണം. എത്രാമത്തെ ചോദ്യമാണെന്നുള്ളത് മാത്രം നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യത്തിൻ്റെങ്കിലും ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിലേ നിങ്ങൾ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ വീഡിയോ നിങ്ങൾക്ക് കാണാം, കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ മനസ്സിലാക്കാം. ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരമെങ്കിലും നിങ്ങൾ താഴെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇതിന്റെ പാർട്ട് 2 നോക്കാം. ഇങ്ങനെ സെന്റൻസ് ഇങ്ങനെ മെല്ലെ 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 ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പഠിക്കാം. ഓക്കെ, വേറൊരു വീഡിയോയിൽ കാണാം.